പഠിച്ചോ? The cell, the tissue, epithelium, the glands, connective tissue, cell division, the cartilages, the blood, the musculoskeletal system and the foundation. ഇതുവരെയുള്ള ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്തോ? എനിക്ക് എന്താണ് ഇരുന്നിരുന്ന് എന്താണ് ബാക്ക് പെയിൻ ഭയങ്കര പേര് കൂടില്ല. ബാക്ക് പെയിൻ ഇല്ലേ, ഇഞ്ചക്ഷൻ ട്രമഡോൾ എടുത്തിട്ടിരിക്കുക കേട്ടോ. ബാക്ക് പെയിൻ വളരെ കൂടുതല. പഠിക്കുക, ഞാൻ പറയും പഠിക്കുക. 40 സെറ്റ് ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ, 40 സെറ്റ് ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. 40 സെറ്റ് ക്വസ്റ്റ്യൻസോളം കിട്ടി. സെല്ല് തൊട്ട് ഫൗണ്ടേഷൻ വരെയുള്ള ക്ലാസ്സുകളും കിട്ടിയില്ലേ? ശരിയല്ലേ? സത്യമല്ലേ? വായിച്ചു നോക്കിയത്, വായിച്ചു നോക്കൂ. ചോദ്യം അവിടെ നിന്നേ വരത്തുള്ളൂ, ചോദ്യംസ് അവിടെ നിന്നേ വരത്തുള്ളൂ. ഞാൻ മുൻകൂട്ടി പറയുന്നത് പഠിക്കുക. സോ ഇന്ന് നമ്മൾ ഈ പറഞ്ഞ നഴ്സിംഗ് ഫൗണ്ടേഷനകത്ത് പഠിക്കാവുന്ന ചാപ്റ്റർ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഇന്നും നാളെയുമായിട്ട് ഇത് 2 ക്ലാസ്സിൽ പഠിക്കാവുന്ന ചാപ്റ്റർ ആണ്. എപ്പോഴും വളരെ സിമ്പിൾ എന്ന ഒരു കാര്യമാണ്. ദ നഴ്സിംഗ് ഫൗണ്ടേഷനകത്ത് പൊസിഷൻസ്, ദ നഴ്സിംഗ് ഫൗണ്ടേഷനകത്ത് ദ പൊസിഷൻസ്, അത് എന്തുകൊണ്ടാണ് 2 ക്ലാസ്സുകളാണ് സാർ? പൊസിഷൻസ് വളരെ സിമ്പിൾ അല്ലേ? പൊസിഷൻസ് സിമ്പിൾ അല്ലേ? Superior position and the Prones position, Howell's position and the Trendelenburg position, reverse Trendelenburg ഉണ്ട്, Sims ഉണ്ട്, and the dorsal rectum position ഉണ്ട്, lithotomy ഉണ്ട്. സാർ സിമ്പിൾ അല്ലേ? എന്തുകൊണ്ട് ഒരു വാക്കുകൊണ്ട് പറഞ്ഞുകൂടാ? ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് ഫുൾ പറയണോ? ഒരു 10 മിനിറ്റ് കൊണ്ട് ഫുള്ള് പറയണോ? 2 മണിക്കൂർ കൊണ്ട് പറയണോ? ഒരു 10 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റും. വെറും 10 നിമിഷം കൊണ്ട് പറയാൻ പറ്റും. 2 മണിക്കൂർ കൊണ്ടും പറയാൻ പറ്റും. വ്യത്യാസം എന്താ? ചോദ്യങ്ങളിൽ വരുന്ന വ്യത്യാസമുണ്ട് അല്ലേ? ചോദ്യങ്ങൾ വരുന്ന ആപ്ലിക്കേഷന്റെ ചോദ്യങ്ങൾ വരാം, അല്ലാത്ത ക്വസ്റ്റ്യൻസ് വരാം. വന്നൂടെ? ചോദ്യങ്ങൾ ആപ്ലിക്കേഷന്റെയും വരാം, അല്ലാതെ വന്നൂടെ? ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ദ നഴ്സിംഗ് ഫൗണ്ടേഷൻ അത് പൊസിഷൻസ് ആണ്. ഇന്ന് പഠിക്കാൻ ചാപ്റ്റേഴ്സ് ദ നഴ്സിംഗ് ഫൗണ്ടേഷൻ അത് പൊസിഷൻസ് ആണ്. അത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അത് നമ്മൾ ഇത് 2 ക്ലാസ്സായി പഠിക്കും. സ്റ്റാർട്ട് ചെയ്യാമോ? ഈസിയായി പഠിക്കണോ? 5 നിമിഷം പഠിക്കണോ? അതോ 2 മണിക്കൂർ പഠിക്കണോ? 5 മിനിറ്റ് കൊണ്ട് പഠിക്കണോ? 2 മണിക്കൂർ പഠിക്കണോ? 5 നിമിഷം കൊണ്ട് പറയണോ? 2 മണിക്കൂർ കൊണ്ട് ഈ പൊസിഷൻ പഠിക്കണം. 2 മണിക്കൂർ. എന്താ കാര്യം? ഇപ്പോ ഞാൻ കാണുന്ന എല്ലായിടത്തും இந்த ക്രാഷ് ബാച്ച് സ്റ്റാർട്ടില്ലേ? കാണുന്നുണ്ടോ? ഇപ്പൊ പരസ്യങ്ങൾ എപ്പോഴും இந்த DME ആയാലും എല്ലാം ക്രാഷ് ബാച്ച് കാണുന്നുണ്ട്. ക്രാഷ് എവിടെ ക്രാഷ്? എന്റെ അടുത്ത് ആരും വന്നാലും ഇപ്പൊ ക്രാഷ് ബാച്ചില്ലല്ലോ. ക്രാഷ് ബാച്ചില്ല, എല്ലാം ലോങ് ടൈം മാത്രമേ ഉള്ളൂ. ഒരാൾ വന്നാൽ പോലും അവർക്ക് ഫുള്ള് പറയാറുണ്ട്. ഇപ്പോൾ പൊസിഷൻ ചാപ്റ്റർ ആണ്. പൊസിഷൻ ചാപ്റ്റർ നഴ്സിംഗ് ഫൗണ്ടേഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗമാണ്. എല്ലാ എക്സാമിനും ചോദ്യം ചോദിക്കാറുണ്ട്. വളരെ ഇൻ ഡെപ്ത് ആയാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക, ചോദ്യങ്ങൾ ഉത്തരം കൃത്യമായി നൽകുക. സ്റ്റാർട്ട് ചെയ്യാം. പൊസിഷൻസ് ഫൗണ്ടേഷനകത്ത് ഇന്ന് പഠിക്കാൻ പോകുന്ന പൊസിഷൻസ്, ദ യൂസ് ഓഫ് ദ കംഫോർട്ട് പൊസിഷൻസ്. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പൊസിഷൻ ഏതാ? നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പൊസിഷൻ ഏതാ? പറഞ്ഞു. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പൊസിഷൻ ഏതാ? സുപ്പൈൻ പൊസിഷൻ ആണോ? എല്ലാവരും കോമൺ ആയിട്ട് സുപ്പൈൻ. ഇവിടെ നിന്ന് ഒരു ചോദ്യം കിട്ടും, ഇന്നത്തെ ക്ലാസ് ഒരു ചോദ്യം കിട്ടും. സുപ്പൈൻ പൊസിഷന് വേറെ പേരുണ്ടോ? സുപ്പൈൻ പൊസിഷന് വേറെ പേരുണ്ടോ? നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്ത പൊസിഷനാണ് സുപ്പൈൻ പൊസിഷൻ എന്ന് പറയുന്നത്. എന്റെ ക്ലാസ് എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇവിടുന്ന് പഠിക്കുന്ന കാര്യമല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. പഠിച്ചാൽ ഇവിടെ നിന്ന് ചോദ്യം ചോദിക്കത്തുള്ളൂ. എന്റെ കയ്യിലെ പേന അത് ഒരു ദിവസം 10 മണിക്കൂറോളം പ്രവർത്തിക്കുന്ന ആളാണ്.
കാണുന്നുണ്ടോ? ഒരു 200 പേജ് ബുക്ക് ഉണ്ടെങ്കിൽ 60 പേജോളം ഒരു ദിവസം ചെലവാക്കുന്ന ആളാണ് ഞാൻ. എന്താണ് റെഫറൻസ് വഴി 60ഓളം പേജസ്. 60 എനിക്ക് അറിയാമോ? 120 അല്ലേ? ശരിയല്ലേ? 60 എന്ന് പറയുമ്പോൾ 120 പേജ് അല്ലേ? ശരിയല്ലേ? 120 അല്ലേ? അപ്പൊ ഈ കൈ ഒരു ദിവസം എത്ര മണിക്കൂറോളം പ്രവർത്തിക്കുന്നു എന്ന് ആലോചിക്കുക. നിങ്ങളുടെ വിജയമാണ്. നിങ്ങൾ ചെയ്യേണ്ട ജോലി ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. ഉറപ്പായും ചോദ്യം ഉണ്ടായിരിക്കും. പൊസിഷനകത്ത് ഈ പറഞ്ഞ സുപ്രീം പൊസിഷന് വേറെ പേരുണ്ടോ? സുപ്രീം പൊസിഷന് വേറെ പേരുണ്ടോ? ചോദ്യം വരും. നമ്മൾ സാധാരണ യൂസ് ചെയ്ത പൊസിഷനാണ്, പക്ഷേ ഇതിന് മറ്റൊരു പേറിയില്ല. നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന ഒരു പൊസിഷനാണ്, പക്ഷേ മറ്റൊരു പേര് എപ്പോഴും കേരള PSC എക്സാം ചോദിക്കുന്നത്. പൊസിഷൻ പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഓരോ കൃത്യമായി പഠിക്കുക. ചോദ്യം വരും. സുപ്രീം പൊസിഷൻ ആണെങ്കിൽ ആൾട്ടർനേഷൻ വച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ്. സുപ്രീം പൊസിഷന് മറ്റു പേരെന്തൊക്കെയാ? എന്ത് കണ്ടോടെ? ഡോർസൽ പൊസിഷൻ വിളിക്കാറുണ്ടോ? ഡോർസൽ പൊസിഷൻ എന്ന് വിളിക്കാറുണ്ടോ? സുപ്രീം പൊസിഷനെ ഡോർസൽ പൊസിഷൻ വിളിക്കാറുണ്ടോ? അറിയില്ലല്ലോടെ. സത്യം പറ, അറിയില്ലല്ലോ. അറിയാതാരൊക്കെയുണ്ട് ഇപ്പൊ ഈ കൂട്ടത്തിൽ? അറിയാത്ത ആരൊക്കെയുണ്ട്? സാർ എനിക്ക് അറിയില്ല സാർ. സത്യം കൊണ്ട് അറിയില്ല. സുപ്രീം കേട്ടിട്ടുണ്ട്, പക്ഷെ ഡോർസൽ എന്ന പേര്, ഡോർസൽ പേര് ഞാൻ കേട്ടിട്ടില്ല. സത്യമല്ലേ കുഞ്ഞെ? സത്യമല്ലേ? അറിയില്ല. എന്റെ ക്ലാസ് എന്ന് പറയുന്നത് അറിയാത്തവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൂടെ അറിയല്ലേ? നിങ്ങൾക്ക് അറിയാം, മിക്കവാറും എല്ലാ ക്ലാസ്സും അറിയാത്തവർക്കല്ലേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം അറിയുന്നവരാണെങ്കിൽ ഇപ്പൊ ക്ലാസ് പഠിക്കാൻ വരില്ല. അറിയുന്നവരാണെങ്കിൽ ഇത് പഠിക്കാൻ എന്റെ അടുത്ത് വരില്ല. കേരളത്തിൽ പല അക്കാഡമിക്സ് പഠിച്ച ശേഷം അവസാന ചാൻസ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതൽ ഇന്നും വന്നിട്ടുണ്ട്. യൂട്യൂബ് നോക്കി അറിയാം, ഇത് കമന്റ് നോക്കി അറിയാം. സാർ അവസാന ചാൻസ് ആണ്. അത് കണ്ടോ? ഇന്നും ഇന്നലെയായിട്ട് ഇന്ന് യൂട്യൂബ് കമന്റ്സ് കണ്ടോ? ഇന്നും ഇന്നലെയുമായിട്ട് യൂട്യൂബ് കമന്റ്സ് കണ്ടോ? സാർ അറിയില്ലായിരുന്നു ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ കണ്ടപ്പോ മനസ്സിലായി ഏറ്റവും എളുപ്പമാണ്. കണ്ടുണ്ടായിരിക്കും, നോക്കുക. സോ പൊസിഷൻ പഠിക്കുമ്പോൾ ഓരോ കാര്യം ഇത് കൃത്യം പഠിക്കുക. കാരണം എക്സാമിന് ചോദിക്കും. ഒരു ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. സുപ്രീം പൊസിഷനിൽ വരുന്ന ആൾട്ടർനേഷൻസ് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ സുപ്രീം പൊസിഷന് മറ്റു പേരെന്തൊക്കെയാ? സുപ്രീം പൊസിഷന് മറ്റു പേരെന്തൊക്കെയാ? ഹൊറിസോണ്ടൽ റെക്കമെൻഡ് പൊസിഷൻ അല്ലേ? അല്ലെങ്കിൽ ഡോർസൽ പൊസിഷൻ വിളിക്കാം. ആദ്യം പഠിക്കേണ്ട കാര്യം പൊസിഷൻ, ഫസ്റ്റ് പഠിക്കുന്ന പൊസിഷൻ ആണ് സുപ്രീം അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഡോർസൽ പൊസിഷൻ വിളിക്കാം. എന്താ അത്? പേര് കിട്ടിയോ? ആദ്യം പേര് കിട്ടിയോ? വേറെ ഒന്നും പഠിക്കണ്ട. ആദ്യം പേര് കിട്ടിയോ? പേര് മാത്രം കിട്ടി. സുപ്രീം എന്ന് പേര് കിട്ടിയില്ലേ? സ്കൂൾ പഠിക്കുന്ന നഴ്സറി ടീച്ചർ എന്താണ് സംഭവം? ഞാൻ പറയും, ഇവരുടെ പേര് കിട്ടിയോ? പേര് കിട്ടിയെങ്കിൽ നോക്കിയ കുട്ടികളെ, ആ പേഷ്യന്റെ കാലെങ്ങനെയാ? ആ രണ്ട് കാലും ഇത് എക്സ്റ്റെൻഡ് ആണോ? രണ്ട് കാലം പിക്സൽ കാണും പോലെ എക്സ്റ്റെൻഡ് ആണോ? അത് ഫ്ലെക്സ്ഡ് ആണോ? കാലുകൾ രണ്ടും സുപ്രീം പൊസിഷനിൽ കാലുകൾ രണ്ടും എക്സ്റ്റെൻഡ് ആണോ ഫ്ലെക്സ്ഡ് ആണോ? സ്കൂളിലും നഴ്സറിയും ചോദിക്കുമ്പോൾ ചോദിക്കുന്നു, കാലുകൾ രണ്ടും എക്സ്റ്റെൻഡ് ആണോ ഫ്ലെക്സ്ഡ് ആണോ? എക്സ്റ്റെൻഡ് അല്ലേ? അതോ ഇത് അബ്ഡക്റ്റഡ് ആണോ അഡക്റ്റഡ് ആണോ? അബ്ഡക്റ്റഡ് ആണോ അഡക്റ്റഡ് ആണോ? ഫ്ലെക്സഡ് ആണോ എക്സ്റ്റെൻഡ് ആണോ? അബ്ഡക്റ്റഡ് ആണോ അഡക്റ്റഡ് ആണോ? ഫ്ലെക്സ്ഡ് ആണോ എക്സ്റ്റെൻഡ് ആണോ? അബ്ഡക്റ്റഡ് അല്ല. പറഞ്ഞേ. ഫസ്റ്റ് ചോദ്യം ലെഗ്സ് എക്സ്റ്റെൻഡ് ഓർ ഫ്ലെക്സ്ഡ്? ഫസ്റ്റ് ചോദ്യം, സുപ്രീം പൊസിഷനിൽ ദ ലെഗ്സ് ആർ എക്സ്റ്റെൻഡ് ആണോ ഫ്ലെക്സ്ഡ് ആണോ? ഫസ്റ്റ് ചോദ്യം. ഫസ്റ്റ് കേരള PSC എക്സാം പ്രീവിയസ് എക്സ്റ്റെൻഡ് അല്ലേ? ആണ്. ശേഷം അഡക്റ്റഡ് ഓർ അബ്ഡക്റ്റഡ്?
ശേഷം രണ്ടാമതായിട്ട് ഇവിടുന്ന് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിട്ട് അറിയാൻ പറ്റത്തില്ല. അഡക്റ്റർ അല്ലേടേ, അഡക്റ്റർ അല്ലേടേ, അഡക്റ്റർ അല്ലേ, അല്ലേ? യെസ്, ആണ്, ആണ്. കിട്ടുന്നുണ്ടോ, കിട്ടുന്നുണ്ടോ? കാരണം എന്താ? പേഷ്യന്റ് കാൽ എങ്ങനെയാ, ലെഗ്സ് എങ്ങനെയാ, എക്സ്റ്റെൻഡ് ആണ്. കൂടാതെ അഡക്റ്റർ അല്ലേ, അഡക്റ്റർ അല്ലേ. അഡക്റ്റഡ് എന്ന് പറയുമ്പോൾ ഇന്ന് മിഡ് ലൈനോട് ചേർന്നാണോ ഇത് ലെഗ്സ് ഇരിക്കുന്നത്? അഡക്റ്റഡ് എന്ന് പറയുമ്പോൾ ഇന്ന് മിഡ് ലൈനോട് ചേർന്നാണോ ലെഗ്സ് ഇരിക്കുന്നത്? അഡക്റ്റഡ് എന്ന് പറയുമ്പോൾ ഇന്ന് മിഡ് ലൈനോട് ചേർന്നാണോ ലെഗ്സ് ഇരിക്കുന്നത്? പറഞ്ഞേ കുഞ്ഞെ, പറഞ്ഞേ കുഞ്ഞെ. നിങ്ങൾ ആരും മെസ്സേജ് എനിക്ക് അയച്ചാറ്, ഞാൻ എന്റെ കുഞ്ഞ് മെസ്സേജ് അയക്കാറില്ലേ? നിങ്ങൾ ആരെനിക്ക് മെസ്സേജ് അയച്ചാലും ഞാൻ കുഞ്ഞെ ഒരു പഠിക്കു കുഞ്ഞെ അയക്കാറുണ്ടോ? അയക്കാറുണ്ടോ? ഉണ്ടവിടെ? ഉണ്ടല്ലേ, ഉണ്ടല്ലേ. അത്രയും സ്നേഹത്തോടെ പറയാണ്, പഠിക്കൂ കുഞ്ഞെ, ഞാൻ റെക്കോർഡ് അയച്ചോളൂ, പഠിക്കലേ, പഠിക്കൂ കുഞ്ഞെ. പറയാറില്ലേ? അത് ശീലമായി പോയി. പറയാനുണ്ടോ? ചോദിക്കുന്നവർ പറയാനുണ്ടോ? എന്റെ പഠിക്കൂ കുഞ്ഞെ, ഏറ്റവും അവസാനമായിട്ട് കുഞ്ഞെ. ശരിയാണേ, ശരിയല്ലേ? ലാസ്റ്റ് മെസ്സേജ് പറയാറില്ല, ലാസ്റ്റ് മെസ്സേജ് പറയാറില്ല. എപ്പോഴും ലാസ്റ്റ് മെസ്സേജ് ആയിട്ട് പഠിക്കൂ കുഞ്ഞെ. എല്ലാ റെക്കോർഡിങ്സ് അയച്ച ശേഷം ലാസ്റ്റ് ആയിട്ട് പഠിക്കൂ കുഞ്ഞെ. യെസ്. അപ്പോ ഇവിടെ ഇത് ബോഡിയുടെ ഇത് മിഡ് ലൈനോട് ചേർന്നാണോ ഇത് ലെഗ്സ് ഇരിക്കുന്നത്? ഇവിടെ ബോഡിയുടെ മിഡ് ലൈനോട് ചേർന്നാണോ ലെഗ്സ് ഇരിക്കുന്നത്? സുപ്രീനകത്ത് ബോഡിയുടെ മിഡ് ലൈനോട് ചേർന്നാണോ ലെഗ്സ് ഇരിക്കുന്നത്? സ്ട്രെയിറ്റ് ആയിട്ട് ആണോ? ആണ്, ആണ്. പക്ഷേ മുട്ട എങ്ങനെയാ? മുട്ടയല്ല, മുട്ട്, നീസ്. മുട്ടയല്ല, മുട്ടയല്ല, മുട്ട്, നീസ്. എങ്ങനെയാ? ഫ്ലെക്സ്ഡ് ആണോ, എക്സ്റ്റെൻഡ് ആണോ? മുട്ടയല്ല, മുട്ട അല്ല, മുട്ട ഓർമ്മയുണ്ട്, മുട്ട, കോഴിമുട്ട, അതല്ല. കോഴിമുട്ട എക്സാം ഫെയിൽ ആകാൻ പറ്റുന്ന കോഴിമുട്ട അല്ല. ആ നീസ്, മുട്ട് എങ്ങനെയാ? ഫ്ലെക്സ്ഡ് ഓർ എക്സ്റ്റെൻഡ്? എങ്ങനെയാ? കിടക്കുന്ന സമയത്ത് രണ്ട് ലെഗ്സും സ്ലൈറ്റ്ലി ഫ്ലെക്സ് ആണോ, എക്സ്റ്റെൻഡ് ആണോ? കഴിഞ്ഞ IMS എക്സാമിന് ചോദിച്ച പ്രീവിയസ് ചോദ്യമാണ്. കഴിഞ്ഞ IMS എക്സാമിന്, ഇൻഷുറൻസ് മെഡിക്കൽസ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. മുട്ട എങ്ങനെയാ? എങ്ങനെയാ? IMS എക്സാമിന് ചോദിച്ച പ്രീവിയസ് ചോദ്യമാണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. Which one of the following statement is correct? A ആണോ, or B ആണോ, AB ആണോ, AC ആണോ, AD ആണോ, എന്തായിരിക്കും? അതുകൊണ്ട് ഇത്രയും ഡീറ്റെയിൽ ഇപ്പൊ IMS പോലുള്ള ചെറിയ എക്സാമിൽ ചോദിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് വളരെ ഇൻഡെപ്തായി പഠിപ്പിക്കുന്നത്, മറക്കരുത്. അപ്പോൾ ഇത് രണ്ട് നീസും സ്ലൈറ്റ് ആയിട്ട് ഫ്ലെക്സ്ഡ് ആയിരിക്കുന്നത്. നമ്മൾ നോർമൽ കിടക്കുമ്പോൾ ഇത് നീസിന്റെ അടിഭാഗം താഴ്ന്നിരിക്കൂടെ. നോർമലി കിടക്കുമ്പോൾ നീസ് കുറച്ച് താഴ്ന്നിരിക്കും. നോർമലി കിടക്കുമ്പോൾ കാലിന്റെ അടിഭാഗം നീസ് താഴെ തട്ടുമോ? ഇല്ലല്ലോ. താഴെ തട്ടുമോ? നോർമലി നിങ്ങൾ എല്ലാവരും കിടക്കുമ്പോൾ നീസിന്റെ അടിഭാഗം താഴെ തട്ടുമോ? ഇല്ല. അപ്പോൾ ഡോർസൽ പൊസിഷനിൽ താഴെ തട്ടോ? അപ്പോൾ ഡോർസൽ പൊസിഷനിൽ താഴെ തട്ടുമോ? ഇല്ല. കാരണം എന്താ? അപ്പോൾ ഒരു സ്ലൈറ്റ്ലി ഫ്ലെക്ഷൻ ഉണ്ടോ? അപ്പോൾ ഒരു സ്ലൈറ്റ്ലി ഫ്ലെക്ഷൻ ഉണ്ടല്ലേ. ഫ്ലെക്ഷൻ കാരണം എന്താണ്? താഴെ തട്ടാറില്ല. ആ ഫ്ലെക്ഷൻ കാരണമല്ലേ നിങ്ങൾ ഈ പറഞ്ഞ രാത്രി കിടന്നുറങ്ങുമ്പോൾ അപ്ഡൗൺ മസിൽസ് റിലാക്സ് ആയിരിക്കുന്നത്? ആ ഒരു ഫ്ലെക്ഷൻ കാരണമല്ലേ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഈ പറഞ്ഞ അപ്ഡൗൺ മസിൽസ് റിലാക്സ് ആയി നന്നായിട്ട് ഉറങ്ങാൻ പറ്റും? ശരിയല്ലേ? ആ ഒരു കാലിന്റെ ഫ്ലെക്ഷൻ കാരണമല്ലേ രാത്രി കിടന്നുറങ്ങുമ്പോൾ അബ്ഡോമൻ മസിൽസ് റിലാക്സ് ആയി സുഖമായിട്ട്
കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത്. പറ്റാറുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്, പറ്റാറുണ്ട്. ആ സമയത്ത് ഈ ഒരു പൊസിഷനിലെ ഏത് പൊസിഷനാ? ആദ്യം പറഞ്ഞു ഏത് പൊസിഷനാ? ഏത് പൊസിഷനാ? ഏത് പൊസിഷൻ? സുപ്പൈൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റെക്ടം അല്ലെങ്കിൽ ഡോർസൽ. ഡോർസൽ ഈ പൊസിഷനിലെ ഷോൾഡേഴ്സ് എങ്ങനെയാ? നിങ്ങളുടെ എല്ലാവരുടെയും ഷോൾഡേഴ്സ് എങ്ങനെയാ? അപ്ഡൗൺ പറഞ്ഞു, നീ പറഞ്ഞു. ഷോൾഡേഴ്സ് എങ്ങനെയാ? ഷോൾഡേഴ്സ് എങ്ങനെയാ? ഷോൾഡേഴ്സ് ഇത് എലിവേറ്റഡ് ആണോ ഫ്ലെക്സ്ഡ് ആണോ? ഷോൾഡേഴ്സ് എലിവേറ്റഡ് ആണോ ഫ്ലെക്സ്ഡ് ആണോ? ഷോൾഡർ ഈ പൊസിഷനില് സുപ്പൈനകത്ത് എലിവേറ്റഡ് ആണോ ഫ്ലെക്സ്ഡ് ആണോ? പറയടേ. രണ്ട് ഷോൾഡർ എങ്ങനെയാടേ? സ്ലൈറ്റ്ലി എലിവേറ്റഡ് അല്ലേ? രണ്ട് ഷോൾഡേഴ്സും സ്ലൈറ്റ്ലി എലിവേറ്റഡ് അല്ലേ? അല്ലേ? ചെറുതായി ഒന്ന് പൊങ്ങിയിരിക്കാറില്ലേ? ചെറുതായി ഒന്ന് പൊങ്ങിയിരിക്കാറുണ്ടോ? ചെറുതായി ഒന്ന് പൊങ്ങിയിരിക്കാറുണ്ടോ? ചെറുതായി ഒന്ന് രണ്ട് ഷോൾഡർ പൊങ്ങിയിരിക്കാറുണ്ടോ? ഉണ്ടോ? ഇനി ചോദിക്കട്ടെ, സുപ്പൈൻ പൊസിഷനകത്ത് നമ്മൾ എന്താ പില്ലോ യൂസ് ചെയ്യാറുണ്ടോ? സുപ്പൈൻ പൊസിഷനകത്ത് നമ്മൾ ഈ പറഞ്ഞ ഞാൻ എന്താ പില്ലോ യൂസ് ചെയ്യാറുണ്ടോ? സുപ്പൈൻ പൊസിഷനകത്ത് നമ്മൾ ഈ പറഞ്ഞത് പില്ലോ യൂസ് ചെയ്യാറുണ്ടോ? സുപ്പൈൻ പൊസിഷനകത്ത് നമ്മൾ പില്ലോ യൂസ് ചെയ്യാറുണ്ടോ? ഉണ്ടോ? സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സുപ്പൈൻ പൊസിഷനകത്ത് പില്ലോ യൂസ് ചെയ്യാറുണ്ടോ? ഉണ്ടോ? 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 സുപ്പൈൻ പൊസിഷനകത്ത് സപ്പോർട്ടിങ്ങിനായിട്ട് പില്ലോ യൂസ് ചെയ്യാറുണ്ടോ? യെസ്, നോ, യെസ് ഓർ നോ? നോ, 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 നോ. എന്താ? ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അത് എവിടെ യൂസ് ചെയ്യും? ഹെഡിലാണോ? നെക്കിലാണോ? ബാക്കിലാണോ? ഓർ എന്താണ്? ലെഗ്സിലാണോ? ഹെഡിലാണോ? നെക്കിലാണോ? ബാക്കിലാണോ? ഓർ ലെഗ്സിലാണോ? സുപ്പൈൻ പൊസിഷനിലെ പില്ലോ യൂസ് ചെയ്യാറുണ്ട്. പില്ലോ ഉപയോഗിക്കാറുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. എവിടെയാ? ഹെഡ് ഭാഗത്തല്ലേ? നോർമൽ സുപ്പൈൻ പൊസിഷൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റെക്ടം പൊസിഷൻ അല്ലെങ്കിൽ ഡോർസൽ പൊസിഷനകത്ത് എപ്പോഴും പില്ലോ യൂസ് ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അവിടെ എങ്ങനെയാ? നീസ് സ്ലൈഡ്ലി ഫ്ലെക്സ്ഡ് ആണ് ആൻഡ് അബ്ഡോമിനൽ മസിൽസ് റിലാക്സ് ചെയ്യുന്നതുപോലെ തന്നെ ഷോൾഡേഴ്സ് സ്ലൈഡ്ലി പൊങ്ങിയിരിക്കും അല്ലേ? പൊങ്ങിയിരിക്കാറല്ലേ? ആ ഹെഡ് അപ്പോൾ എന്തുകൊണ്ടാ സപ്പോർട്ട് ചെയ്യുന്നത്? സുപ്പൈൻ പൊസിഷനിൽ എപ്പോഴും ഹെഡ് എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്? പില്ലോസ് അല്ലേ? സുപ്പൈൻ പൊസിഷനിൽ എപ്പോഴും ഹെഡ് എപ്പോഴും സപ്പോർട്ട് എന്തുകൊണ്ടാ? പില്ലോസ് ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴും ഹെഡ് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇത് സുപ്പൈൻ പൊസിഷൻ എന്ത് ആവശ്യത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നത്? സുപ്പൈൻ പൊസിഷൻ എന്ത് ആവശ്യത്തിന് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്? അറിയാമോ? 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 എന്തിനാണ് ഇത്? വജൽ എക്സാമിനേഷൻ ആണോ? ഫീമെയിൽ കത്തീഡ്രൈസേഷൻ ആണോ? ഇത് എപ്പിസിയോട്ടമിക് ആണോ? ഇത് ഹിസ്റ്ററക്ടമിക് ആണോ? അതോ ഹൈപ്പോട്ടൻഷൻ ആണോ? ഷോക്കിനാണോ? പ്ലാസിന്റെ പ്രീവിക്കാണോ? ഓർ കോഡ് പ്രൊലാപ്സിനാണോ? അതോ നോർമൽ ആയിട്ടാണോ? സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആണോ? സർജിക്കൽ പ്രൊസീജിയേഴ്സിനാണോ? സർജിക്കൽ പ്രൊസീജിയേഴ്സിനാണോ? സർജിക്കൽ പ്രൊസീജിയേഴ്സിനാണോ? അടുത്ത പറഞ്ഞോ. ആ ക്ലാസ്സിലാണ് ജസ്റ്റ് വോയിസ് കേട്ടുക. പറഞ്ഞു. ആ പറഞ്ഞു. എന്തിനാ? എന്തിനാ? എന്തിനാ സുപ്പൈൻ പൊസിഷൻ എന്തിനാ യൂസ് ചെയ്യുന്നത്? എന്തിനാ യൂസ് ചെയ്യുന്നത്? ഏറ്റവും മോസ്റ്റ് കോമൺ യൂസ് ചെയ്യാൻ
സർജറിക്കാണോ? സർജറിക്കാണോ? ആലോചിച്ച് പറയുക. സർജറിക്കാണോ? സർജറി ശേഷമാണോ? അർദ്ധ സർജറിക്കാണോ? എവിടെ യൂസ് ചെയ്യുന്നത്? എന്ത് ആവശ്യത്തിനാണ് നമ്മൾ എപ്പോഴും സുപ്പൈൻ പൊസിഷൻ യൂസ് ചെയ്യുന്നത്? എന്ത് ആവശ്യത്തിനാണ് നമ്മൾ എപ്പോഴും സുപ്പൈൻ പൊസിഷൻ യൂസ് ചെയ്യുന്നത്? ആഫ്റ്റർ സർജറിക്കാണോ? അർദ്ധ സർജറിക്കാണോ? ഓർ ദ പ്രീ സർജറിക്കാണോ? അനസ്തീഷ്യ കഴിഞ്ഞോ? സർജറി കഴിഞ്ഞോ? പേഷ്യന്റ് കംഫോർട്ട് ആക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പൊസിഷൻ അത് അനസ്തീഷ്യ കഴിഞ്ഞ ശേഷമോ അതോ സർജറി കഴിഞ്ഞ ശേഷമോ പേഷ്യന്റിന് കംഫോർട്ട് ആക്കാൻ വേണ്ടി കൊടുക്കുന്ന സാധാരണ പൊസിഷൻ ഏതാ? അറിയാമല്ലോ, മിക്കവാറും ആൾക്കാർ സർജറി കഴിഞ്ഞാട്ടുണ്ടല്ലോ. ഡെലിവറിയോ എന്തെങ്കിലും സർജറി കഴിഞ്ഞ ആൾക്കുണ്ട് കൊടുക്കുന്നത് ഉണ്ടോ? എന്തെങ്കിലും സർജറി കഴിഞ്ഞ ആൾക്കാർ ഉണ്ടോടെ? നിങ്ങൾക്ക് എപ്പോഴും അനസ്തീഷ്യ തന്നു കഴിഞ്ഞാൽ സർജറിയോ അനസ്തീഷ്യോ തന്നു കഴിഞ്ഞാൽ ശേഷം കംഫോർട്ട് ആക്കാൻ വേണ്ടി കൊടുക്കുന്ന പൊസിഷൻ എന്താ? സുപ്പൈൻ ആണോ? ഓർ പ്രോൺ ആണോ? ഓർ ലെഫ്റ്റ് ലാറ്ററലാണോ? റൈറ്റ് ലാറ്ററലാണോ? സുപ്പൈൻ അല്ലേ? അല്ലെ? പേഷ്യന്റ് എപ്പോഴും ഇത് കംഫോർട്ട് ചെയ്യാൻ വേണ്ടി സർജറി കഴിഞ്ഞ ശേഷം ഓർ സർജറി മാത്രമല്ല, പണ്ട് കോളേജിൽ ഫിസിക്കൽ എക്സാമിനേഷൻ കേട്ടുണ്ടോ? ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൊസിഷൻ ഏതാ? സർജറി മാത്രമല്ല, കേരള PSC എക്സാമിന് ചോദ്യം ഉണ്ടാക്കുന്ന ഫസ്റ്റ് ഇയർ നഴ്സിംഗ് ആണെങ്കിൽ ഈ ഒരു ചോദ്യം ചോദിക്കും. ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൊസിഷൻ ഏതാ? ഏത് പൊസിഷനാ? സുപ്പൈൻ, റെക്കമെൻഡഡ്, or the dorsal or the prone position? ഏതാ? ഫിസിക്കൽ എക്സാം ചെയ്യാൻ വേണ്ടി the head to toe അസസ്മെന്റ് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ ഏതാ? സുപ്പൈൻ. അപ്പോൾ ദ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പൊസിഷൻ സുപ്പൈൻ, ശരിയല്ലേ? മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പൊസിഷൻ സുപ്പൈനെ കുറിച്ച് ഇത്രയും കാര്യമാണ് ഒരു എക്സാമിൽ പോകുന്ന ആൾ ഓർമ്മിച്ചിരിക്കുന്ന കാര്യം, അല്ലെ? നമ്മൾ ഇത് നോർമലി കിടക്കുന്ന അവസ്ഥയാണോ? നോർമലി കിടക്കുന്ന അവസ്ഥയാണോ സുപ്പൈൻ? ആണോ? lying on the back with the face forward, അല്ലെ? lying on the back with the face forward, ആ രണ്ട് ലെഗും എക്സ്റ്റെൻഡ് ആക്കിയിട്ട് lying on the back face forward. ശരിയാണോ? ആണോ? രണ്ട് നീസും സ്ലൈഡ്ലി ഫ്ലെക്സ്ഡ് ആയിട്ട്, അതായത് അബ്ഡോമൽ മസിൽസ് റിലാക്സ് കൊണ്ട് ചെയ്യുന്ന പൊസിഷൻ അല്ലേ? എന്താണ്? നീസും സ്ലൈഡ്ലി ഫ്ലെക്സ് ചെയ്തുകൊണ്ട് അബ്ഡോമൽ മസിൽസ് റിലാക്സ് ചെയ്തുകൊണ്ട് ഷോൾഡർ മസിൽസ് സ്ലൈറ്റ് ആയിട്ട് എലിവേറ്റ് ചെയ്യുന്നു വിത്ത് ഹെൽപ്പ് വിത്ത് സപ്പോർട്ട് പില്ലോസ് യൂസ് ചെയ്യല്ലേ? അല്ലെ? രണ്ട് നീസും സ്ലൈറ്റ് ആയിട്ട് ഫ്ലെക്സ് ചെയ്യുന്നു, അബ്ഡോമൻ മസിൽസ് റിലാക്സ് ചെയ്തുകൊണ്ട് ഷോൾഡർ മസിൽ സ്ലൈറ്റ് ആയിട്ട് എലിവേറ്റ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ പില്ലോസ് ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്ത് സുപ്പൈൻ പൊസിഷൻ. ഇത്രയും കാര്യം സുപ്പൈൻ പൊസിഷനെ കുറിച്ച് ക്ലിയർ ആയി. ഒരൊറ്റ പൊസിഷനെ കുറിച്ച് ക്ലിയർ ആയി. അരമണിക്കൂറായി. എക്സാമിന് ചോദിക്കുന്നറിയാമോ? ഇവിടെ കാര്യം ഓർമ്മിക്കേണ്ട കാര്യം സുപ്പൈന്റെ മറ്റൊരു പേരെന്താ? ഇവിടെ കാര്യം ഓർമ്മിക്കേണ്ട കാര്യം സുപ്പൈന്റെ മറ്റൊരു പേരെന്താ? ചോദിക്കും. ഹൊറിസോണ്ടൽ റെക്കമെൻഡ്, ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഡോർസൽ. ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഡോർസൽ മറക്കാതെ ഓർമ്മിക്കാൻ. കാണുമ്പോൾ സുപ്പൈൻ ഒന്ന് ഓർമ്മിക്കുമെങ്കിലും പക്ഷെ ഈ രണ്ട് പേര് മറക്കരുത്. ഹൊറിസോണ്ടലും ഡോർസൽ പൊസിഷനും ഓർമ്മ വരണം. ക്ലിയർ ആയോ? ഫസ്റ്റ് പൊസിഷൻ ക്ലിയർ ആയി. ക്ലിയർ ആയി.
ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? പണ്ട് വർഷങ്ങൾക്ക് മുമ്പേ സുപ്പീനെ കുറിച്ച് എന്താ പഠിക്കുന്നത്? വർഷങ്ങൾക്ക് മുമ്പേ സുപ്പീനെ കുറിച്ച് പഠിക്കുന്ന 3 കാര്യം എന്തൊക്കെയാ? ആർക്കറിയാമോ? പണ്ട് 2019-20 സമയത്ത് സുപ്പയെ കുറിച്ച് പഠിക്കുന്ന 3 എന്തൊക്കെയാ? പേഷ്യന്റ് ലൈസ് ഓൺ ദ ബാക്ക് വിത്ത് ദ ഫേസ് അപ്പ് എന്നല്ലേ? ദ ഫേസ് അപ്പായിട്ടും പേഷ്യന്റ് ലൈങ് ഓൺ ദ ബാക്ക് അല്ലേ? ശരിയല്ലേ? പേഷ്യന്റ് ദ ലൈസ് ഓൺ ദ ബാക്ക് വിത്ത് ദ ഫേസ് അപ്പ്. ഒന്നാമത്തെ കാര്യം. ആൻഡ് ആംസ് 2 സൈഡില്, ആംസ് 2 സൈഡില്, ആൻഡ് ലെഗ്സ് എക്സ്റ്റെൻഡ് ആയിട്ട്. ശരിയല്ലേ? ശരിയല്ലേ? ലെഗ്സ് എക്സ്റ്റെൻഡും ആംസ് 2 സൈഡില്, ആൻഡ് ഹെഡ് സപ്പോർട്ട് വിത്ത് പില്ലോ എന്നല്ലേ? ഈ 3 കാര്യമല്ലേ കഴിഞ്ഞ 2019-ലും 20-ലും പഠിച്ച കാര്യം? ശരിയല്ലേ? പക്ഷെ ഇപ്പോൾ ഒരു സുപ്രീം മാത്രം ഇത്രയും വളരെ ഇൻഡെപ്തായി പറഞ്ഞില്ലേ? മാത്രമല്ല, ഇവിടെ പില്ലോ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇവിടെ പില്ലോ ഉണ്ടോ? അവിടെ പില്ലോ, ദ ഹെഡ് ഈസ് സപ്പോർട്ട് വിത്ത് പില്ലോ ഉണ്ടോ? അതുകൊണ്ട് 4ാമത്തെ പോയിന്റ്. ഇത് എവിടെ യൂസ് ചെയ്യുന്നു? സർജിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെ? സർജിക്കൽ പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യുന്നു. ഈ 4 കാര്യം എപ്പോഴും നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ പഠിച്ച കാര്യമല്ലേ? 4 കാര്യം എപ്പോഴും വർഷം മുമ്പ് പഠിച്ച കാര്യം. പക്ഷെ ഞാൻ ഈ പറഞ്ഞൊന്നും മറക്കരുത്, ഇനിയുള്ള എക്സാമിന് ചോദിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? സുഖം ക്ലിയർ ആയോ? ക്ലിയർ ക്ലിയർ ക്ലിയർ? നിങ്ങൾ ഈ പറഞ്ഞ യൂട്യൂബ് നോക്കിയറിയാം. ഞാൻ കമന്റ് കാണിച്ചത് കഴിഞ്ഞ 6 മാസമായിട്ട് ഇപ്പൊ വേറൊരു അക്കാണെ പഠിച്ചിട്ട് ഇത് JPSC എക്സാമിന് വേണ്ടി അവസാന നിമിഷം ഏതെങ്കിലും എക്സാം വന്ന JPSC ഇപ്പൊ എക്സാം വന്ന 26-ാം തീയതി അല്ലേ? 26-ാം തീയതി അല്ലേ? ഇന്നും വന്ന ആളുണ്ട്, ഇന്നും വന്ന ആളുണ്ട്. സാർ ഞാൻ അവിടെ പഠിച്ചു, പറ്റുന്നില്ല, എന്തെങ്കിലും ചെയ്യണം, പറ്റുന്നില്ല. 26-ാം തീയതി എക്സാം. ഇന്ന് എത്രയാ? 10 അല്ലേ? 10 ഇന്ന് 10 10 26-ാം തീയതി എക്സാം. ഞാൻ ഇന്ന് ഗ്രൂപ്പിലിടാം, ആ കൃത്യമായി കമന്റ് ഇടാം. പറ്റുന്നില്ല, പറ്റോ? ഇതേ അവസ്ഥ പറ്റോ? നിങ്ങൾക്ക് പറ്റും? അവസ്ഥ പറ്റോ? പറ്റോ? എല്ലാവരും ജോലിക്ക് പോകുന്നില്ലേ? ജോലിക്ക് പോകുന്നുണ്ട്, ഫാമിലി കാര്യം നോക്കാറുണ്ട്, വീട്ടില് ജോലി ചെയ്യാറുണ്ട്, എല്ലാം നോക്കുന്നതല്ലേ? പഠിക്കുന്നവരും എല്ലാവരും പഠിക്കുന്നുണ്ട്, എല്ലാവരും പഠിക്കുന്നുണ്ട്. ചോദിക്കേണ്ട കടമ പഠിക്കുന്നുണ്ടോ? എല്ലാവരും പഠിക്കുന്നുണ്ടോ? എല്ലാവരും പഠിക്കുന്നുണ്ടോ? എനിക്കറിയാം, നന്നായി അറിയാം, എല്ലാവരുടെയും സിറ്റുവേഷൻ നന്നായിട്ട് അറിയാം. ഒന്നുകിൽ ജോലിക്ക് പോകണം, ഫാമിലിക്കാര് നോക്കണം, ആഹാരം ഉണ്ടാക്കണം, പഠിക്കണം, ക്ലാസ് അറ്റൻഡ് പറ്റുന്നില്ല. ശരിയല്ലേ? സത്യസന്ധമായ അവസ്ഥ പറ്റുന്നില്ല. ജോലിക്ക് പോകണം, ഞാൻ പഠിക്കണം, ഫാമിലിക്കാര് നോക്കണം, ആഹാരം ഉണ്ടാക്കണം, കുട്ടികളെ നോക്കണം, എല്ലാം ചെയ്യണം, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഉണ്ട്, ആരെങ്കിലും ആരെങ്കിലും എവിടെ പഠിക്കുന്നില്ല? പിന്നല്ലേ പറ്റല്ലേ? ആരുമില്ലേ അങ്ങനെ? ആരുമില്ലേ? ആരുമില്ലേ? ആരുമില്ല? ആരുമില്ല? ഒരാളുമില്ലേ? ജോലിക്ക് വേണം, ഞാൻ പഠിക്കണം, രാവിലെ ആഹാരം ഉണ്ടാക്കണം, പിന്നെ വീണ്ടും ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, നോട്ട് എഴുതണം, ഇഞ്ചക്ഷൻ കൊടുക്കാൻ പോകണം, ഫയൽ എഴുതണം. ടെൻഷൻ ഉണ്ടോ? 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 ഇല്ല, ഇല്ല, ആരുമില്ല. ഉണ്ടോ? അത് മാത്രമേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ.
ടെൻഷൻ 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 ഉണ്ടോ? ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടോ? ഉണ്ടോ? ടെൻഷൻ ഉള്ള ആൾക്കാർ ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ പഠിക്കുന്ന സബ്ജക്ട് എന്നറിയാമോ? ടെൻഷൻ ഉള്ള ആൾക്കാരുടെ പറയാം, ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള സബ്ജക്ട് എന്നറിയാമോ? ഏഴ് മുഖ്യ. ടെൻഷൻ ഉള്ള ആൾക്കാരുടെ പറയാം, ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള സബ്ജക്ട് എന്നറിയാമോ? ഒരാൾക്ക് കമന്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള സബ്ജക്ട്, പഠിക്കാൻ കൂടുതൽ ഫൗണ്ടേഷൻ അല്ല, ബേസിക്സ് അല്ല, കമ്മ്യൂണിറ്റി അല്ല, is the nervous system. The nervous system. The nervous system. ഇതുവരെയുള്ള ചോദ്യത്തിനകത്ത് ഏറ്റവും കൂടുതൽ ചോദ്യം മനസ്സിലാക്കുക the nervous system. അത് കുറച്ചുകൂടി ഇന്ന് മുൻപേ പഠിക്കണം. അത് കുറച്ചുകൂടി ഇന്ന് മുൻപേ പഠിക്കണം. റെക്കോർഡിംഗ് സൈസ് പഠിക്കും. ഇപ്പോൾ പഠിക്കുന്ന കൂടെ തന്നെ സിസ്റ്റം വൈസ് ആയിട്ട് ഓരോ ചാപ്റ്ററും റെക്കോർഡിംഗ് സൈസ് പഠിക്കും. അറിയാമല്ലോ, ഇത് നെർവ് സിസ്റ്റം തിയറി പഠിക്കാറുണ്ട്, ഇന്ന് ഡിസീസ് പഠിക്കാറില്ല. ഇന്ന് നെർവ് സിസ്റ്റം തിയറീസും ഡിസീസ് പഠിക്കാറില്ലേ? ഇന്ന് നെർവ് സിസ്റ്റം ഡിസീസും തിയറീസും പഠിക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് വരുന്ന കാര്യമാണ്, കാർഡിയോവാസ്കുലർ. 4 മാസമുണ്ട്. 4 മാസമുണ്ട്. പക്ഷെ ആദ്യ മാസം തന്നെ എല്ലാം പഠിക്കണം. ആർക്കെങ്കിലും ഫസ്റ്റ് മാസം തന്നെ പഠിക്കണം. 4 മാസമുണ്ട്. പക്ഷെ കിട്ടുന്ന സമയത്ത് ജോലിക്ക് പോകാൻ സമയവും, ഇന്നത്തെ ലീവുള്ള സമയവും, ഇവർ കുട്ടികൾ നോക്കിയ ശേഷമുള്ള സമയവും, ഒരു കല്യാണമോ എന്തെങ്കിലും സ്കിപ്പ് ചെയ്ത സമയത്തോ പല യാത്രകളും ഒഴിവാക്കിയ സമയത്തോ പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഇനി ഒഴിവാക്കുക, അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുക. കല്യാണം, ഫങ്ഷൻസ്, ഞാൻ എല്ലാവരുടെയും സ്റ്റാറ്റസ് കാണാറുണ്ട് കേട്ടോ. എന്റെ ഒരു സ്വഭാവം എന്നറിയാമോ? ഞാൻ മിക്കവാറും എല്ലാവരുടെയും സ്റ്റാറ്റസ് കാണുന്നുണ്ട്. നോക്കിയറിയാം, എനിക്ക് അറിയാവുന്ന എല്ലാ ആൾക്കാരുടെ രാവിലെ 5 മണിക്കില്ലേ നോക്കാറ്. കാണാറുണ്ടെങ്കിൽ ആരും കണ്ടായിരുന്നു? രാവിലെ 5 മണി സമയത്താകുമ്പോൾ മിക്കവാറും എന്റെ കുട്ടികൾ എങ്ങനെയാണ് തലേദിവസം പോയത്, തലേ ദിവസം എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്തു, സ്റ്റാറ്റസ് നോക്കാറുണ്ട്. കാണാം. നീതു കണ്ടല്ലോ, കണ്ടല്ലോ. രാവിലെ എണീക്കുമ്പോൾ നോക്കാറുണ്ട്. പിള്ളേർ എന്ത് ചെയ്തു, തലേദിവസം എന്താണ് ചെയ്തത്, എവിടെ പോയി, പഠിക്കുന്നുണ്ടോ, കല്യാണമാണോ, യാത്രയാണോ, നോക്കാറുണ്ട്, കാണുന്നുണ്ട്. യെസ്, സുപ്പൻ കിട്ടിയോ? സുപ്പൻ കഴിഞ്ഞാൽ വേറെ പ്രശ്നമുണ്ട്. സുപ്പൻ എന്ന് പറഞ്ഞത് ഞാനിപ്പോ നിവർന്ന് കിടന്ന് കിടക്കുന്നതാണോ? സുപ്പൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് നിവർന്ന് കിടക്കുന്നതാണോ? ആണോ? അപ്പൊ സുപ്പൻ കഴിഞ്ഞത് പ്രശ്നം. സുപ്പൻ കഴിഞ്ഞ് ഞാൻ ഇത് കമഴ്ന്ന് കിടന്നതാ. ഞാൻ കമഴ്ന്ന് കിടന്നതാടെ. സുപ്പൈൻ കഴിഞ്ഞാൽ ഞാൻ കമഴ്ന്ന് നടക്കുന്നു. അയ്യോ, എക്സാം കഴിഞ്ഞല്ലോ, സമാധാനമായി ഉറങ്ങാമല്ലോ, അല്ലെ? സുപ്പൈനാണെങ്കിൽ അയ്യോ, രാവിലെ ആയാലും മെസ്സേജ്, രാത്രി ആയാലും മെസ്സേജ്. സാർ, ആ റെക്കോർഡ് കാണാനില്ല, ഈ റെക്കോർഡ് കാണാനില്ല, അയച്ചു തരുമോ? സുപ്പൈൻ ഉറക്കമില്ല. പക്ഷെ പ്രോൺ ആണെങ്കിൽ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഉറങ്ങുന്ന അവസ്ഥയല്ലേ? എക്സാം കഴിഞ്ഞ ശേഷം അടുത്ത ദിവസം ഉറങ്ങുന്ന അവസ്ഥയാണോ അത് പ്രോൺ പൊസിഷൻ ആണോടെ? എക്സാം കഴിഞ്ഞ ശേഷം എല്ലാം തൂക്കി എറിഞ്ഞ്, ബുക്കും വേണ്ട, പേനയും വേണ്ട, പെൻസിലും വേണ്ട, എല്ലാം വലിച്ചെറിഞ്ഞ് അവസാനം കിടന്ന് ഉറങ്ങുന്ന പൊസിഷൻ ആണോ അത് പ്രോൺ പൊസിഷൻ? ആണോ?
ആണോ? ഇവിടെ എങ്ങനെയാ? ദ പ്രോൺ പൊസിഷൻ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ പൊസിഷൻ ആണ് ദ പ്രോൺ പൊസിഷൻ. ഒരു സൈഡിലേക്ക് ഈ പിക്ചർ നോക്കി, ഒരു സൈഡിലേക്ക് ദ ഹെഡിനെ ടേൺ ചെയ്ത് അബ്ഡമൻ പൊസിഷൻ കിടക്കുന്നതാണോ ദ പ്രോൺ പൊസിഷൻ? ആണല്ലേ? ഒരു സൈഡിലേക്ക് ദ ഹെഡിനെ ടേൺ ചെയ്തുകൊണ്ട്, ഒരു സൈഡിലേക്ക് ദ ഹെഡിനെ ടേൺ ചെയ്തുകൊണ്ട് അബ്ഡമൻ പൊസിഷനിൽ കിടക്കുന്ന പൊസിഷൻ എന്താ? പ്രോൺ പൊസിഷനിലെ അല്ലേടെ? അല്ലേ? ഇവിടെ ലെഗ്സ് എങ്ങനെയാ? ലെഗ്സ് എക്സ്റ്റെൻഡ് ആണോ ഫ്ലെക്സ്ഡ് ആണോ? ലെഗ്സ് ദ പ്രോണിനകത്ത് എക്സ്റ്റെൻഡ് ആണോ ഓർ ദ ഫ്ലെക്സ്ഡ് ആണോ? ലെഗ്സ് എപ്പോഴും എന്തായിരിക്കും? എക്സ്റ്റെൻഡ് അല്ലേ? എക്സ്റ്റെൻഡ് അല്ലേ? കാലിന്റെ നിവർന്നല്ലേ ഇരിക്കുന്നത്? നിവർന്നല്ലേ? ഇനി ഇവിടെ ഹെഡിന്റെ അണ്ടറിൽ പില്ലോ ഉണ്ടോ? ഇവിടെ ഹെഡിന്റെ അണ്ടറിൽ പില്ലോ ഉണ്ടോ? ദ ഹെഡ് ഈസ് ദ റെസ്റ്റ് ഓൺ പില്ലോ അല്ലേ? പില്ലോ ഉണ്ട്. ഇവിടെ ചോദ്യം വരും. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ചോദ്യം ഏതാ? ദ പ്രോൺ പൊസിഷൻ നമ്മൾ എവിടേക്ക് യൂസ് ചെയ്യും? അതാ ചോദ്യം. ദ പ്രോൺ പൊസിഷൻ നമ്മൾ എവിടേക്ക് യൂസ് ചെയ്യും? ദ പ്രോൺ പൊസിഷൻ എന്തിനൊക്കെ യൂസ് ചെയ്യാമെന്നാണ് കേരള എക്സാമിന് 4 എക്സാമിൽ തുടരെയായിട്ട് ചോദ്യം. ദ പ്രോൺ പൊസിഷൻ എന്തിനൊക്കെ ഉപയോഗിക്കാം? എന്തിനാ? സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആണോ? ആണോ? സർജിക്കൽ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ എക്സ്പെഷ്യലി എവിടെയാണ്? സർജിക്കൽ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ എക്സ്പെഷ്യലി എവിടെയൊക്കെയാ? സ്പൈനൽ കോഡ് സർജറിക്കും ദ ബാക്ക് സർജറിക്കും, സ്പൈനൽ കോഡ് സർജറിക്കും ദ ബാക്കിലുള്ള, നിങ്ങളുടെ ബാക്കില്ലേ, ബാക്കിലുള്ള സർജറിക്കും വേണ്ടി എപ്പോഴും എന്ത് പോസ്റ്റ് യൂസ് ചെയ്യുന്നത്? സുപ്പൈൻ ആണോ പ്രോൺ ആണോ? സർജിക്കൽ പ്രൊസീജിയേഴ്സിനും നിങ്ങളുടെ ബാക്ക് യൂസ് ചെയ്യുന്നത് പ്രോൺ ആണോ? പ്രോൺ പൊസിഷൻ അല്ലേ? എപ്പോഴും ചോദിക്കാറുണ്ട്. നിങ്ങളുടെ ബാക്ക് സർജറിക്കും സ്പൈനൽ കോഡ് സർജറിക്കും യൂസ് ചെയ്യുന്ന പൊസിഷൻ ഏതാ? ബാക്കിലുള്ള സർജറിക്കും സ്പൈനൽ കോഡ് സർജറിക്കും യൂസ് ചെയ്യുന്ന പൊസിഷൻ ഏതാ? പ്രോൺ. ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരല്ലേ, എനിക്ക് മെസ്സേജ് അയക്കുക. സാർ, ഈ കഴിഞ്ഞ എക്സാമിന് സാർ എഴുതിയ പൊസിഷനിലുള്ള നോട്ട്സ് സാറിന്റെ കൈ അക്ഷരം കൊണ്ട് അയച്ചു തരാൻ മെസ്സേജ് അയക്കും. ക്ലാസ് കഴിഞ്ഞ ശേഷം സാറിന്റെ കൈ അക്ഷരം കൊണ്ട് എഴുതിയ പൊസിഷൻ മാത്രമുള്ള നോട്ട്സ്, പൊസിഷൻ മാത്രം എനിക്ക് അയച്ചു തരിക എന്നൊരു മെസ്സേജ് അയക്കും. ഇത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. എനിക്കറിയണം എന്നാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. കാരണം ഈ നോട്ട് കിട്ടുമല്ലോ, ഈ നോട്ട് ഇൻഡെപ്ത് കിട്ടും. അതുപോലെ തന്നെ എന്താണ് ഷോർട്ട് നോട്ട്സ് അല്ലേ? ഷോർട്ട് നോട്ട്സ് എല്ലാ ടോപ്പിക്കും ബേസ് ചെയ്ത് എന്റെ കൈയക്ഷരം കൊണ്ട് ഞാൻ എഴുതി വെക്കാറുണ്ട്. എന്റെ സ്വന്തം കൈയക്ഷരം കൊണ്ട് ഞാൻ എഴുതി വെക്കാറുണ്ട്. അത് അയച്ചു തരാം കേട്ടോ. ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും അല്ലേ, എല്ലാ നോട്ട്സും എന്റെ സ്വന്തം കൈയക്ഷരം കൊണ്ട് എഴുതി വെക്കാറുണ്ട്. അയച്ചു തരാം. ഓക്കെ അല്ലേ? വേണോ? വേണ്ടേ? വേണം. സർജറി ബാക്കിനും സ്പൈനൽ കോഡ് ഇഞ്ചറിക്ക് കുറിച്ചതാ. സർജറി ഓഫ് ദ ബാക്കിനും സ്പൈനൽ കോഡ് ഇഞ്ചറിക്ക് യൂസ് ചെയ്ത പ്രൊസീജിയർ സുപ്പൈൻ ആണോ, പ്രോൺ ആണോ, പൗളേഴ്സ് ആണോ, സെമി പൗളേഴ്സ് ആണോ? പ്രീവിയസ് ചോദ്യം. സുപ്പൈൻ, പ്രോൺ, പൗളേഴ്സ്, സെമി പൗളേഴ്സ്. പ്രോൺ. പിന്നെ വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യാറുണ്ടോ? സർജറി ഓഫ് ബാക്ക് എന്ന് മാത്രമല്ല, സർജറി ബാക്കും സ്പൈനൽ കോഡും മാത്രമല്ല, വേറെ ഏതിനെങ്കിലും അസസ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ടോ? തൊറാക്സ് ഉണ്ടോ? തൊറാക്സ് പറയുമ്പോൾ ആന്റി തൊറാക്സ് ആണോ, പോസിറ്റീവ് തൊറാക്സ് ആണോ? ദ പ്രോൺ പൊസിഷൻ എപ്പോഴും ആന്റി തൊറാക്സ് ആണോ, പോസിറ്റീവ് തൊറാക്സ് ആണോ? പോസിറ്റീവ് തൊറാക്സ് അല്ലേ? പോസിറ്റീവ് തൊറാക്സും ഹിപ്പും ഇമ്പോർട്ടന്റ് ആണ്.
ഞാൻ നിങ്ങൾ പറയുമെന്ന് കാത്തിരിക്കുകയാണ്, ഉത്തരം പറയുമെന്ന് കാത്തിരിക്കുകയാണ്. അസസ്മെന്റ് ഓഫ് ദ പ്രോൺ ആണോ? ദ പ്രോൺ പൊസിഷൻ തൊറാക്സിന്റെ ദ പ്രോൺ ആണോ ആൻഡർ ആണോ? തൊറാക്സിന്റെ ദ പ്രോൺ ആണോ ആൻഡർ ആണോ? പോസ്റ്റീരിയർ തൊറാക്സും ഹിപ്പും അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ദ പൊസിഷൻ ഏതാ? അസസ്മെന്റ് ഓഫ് ദ തൊറാക്സും ദ ഹിപ്പും ഏതാ? തൊറാക്സ് എന്ന് പറയുമ്പോൾ പോസ്റ്റീരിയർ തൊറാക്സ്, തൊറാക്സ് എന്ന് പറയുമ്പോൾ പോസ്റ്റീരിയർ തൊറാക്സ്, അവിടെ പ്രോൺ പൊസിഷൻ. ഇമ്പോർട്ടന്റ് കാര്യം, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പ്രോൺ പോസിഷൻ കണ്ടുണ്ടോ? ഇമ്പോർട്ടന്റ് കാര്യമാണ്. കഴിഞ്ഞ എയിംസ് എക്സാമില്, കഴിഞ്ഞ എയിംസിൽ ചോദ്യമാണ് ഇത്. എയിംസ് ചോദ്യം ചോദിച്ചുകൂടാന്നില്ലല്ലോ, എല്ലാം പറയണ്ടേ? ഒരു സർജറി കഴിഞ്ഞ ശേഷം ആസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൊസിഷൻ ഏതാ? കഴിഞ്ഞ എയിംസിന് ചോദിച്ച ചോദ്യമാണ്. ഒരു സർജറി കഴിഞ്ഞ ശേഷം ആസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പ്രോൺ പൊസിഷൻ ആണോ? അതുപോലെ തന്നെ കഴിഞ്ഞ ജിഗ്മർ എക്സാമിന് ചോദ്യമാണ്. അനസ്തീഷ്യയുടെ എഫക്റ്റ് കാരണം ആസ്പിറേഷൻ വരാം. ആ ആസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൊസിഷൻ ഏതാ? ജിഗ്മർ ഇങ്ങനെ ചോദിച്ചു, അനസ്തീഷ്യയുടെ എഫക്റ്റ് കാരണം ആസ്പിറേഷൻ വരാം, ആ ആസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൊസിഷൻ ഏതാ? അല്ലെങ്കിൽ സർജറി സമയത്ത് ആസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് പൊസിഷൻ ഏതാ? ഏതാടേ? പ്രോൺ. കിട്ടിയോ? എന്റെ മനസ്സിൽ ഓരോ കാര്യം പഠിപ്പിക്കുമ്പോഴേ, ഓരോ കാര്യം പഠിപ്പിക്കുമ്പോൾ ജെപിഎസിനായാലും ശരി, ANM, BSc, GNM, എയിംസ്, ജിഗ്മർ, എല്ലാ ചോദ്യവും ഉത്തരവും എന്റെ മനസ്സിൽ വരും. ഞാൻ ഓരോ ടോപ്പിക് പഠിപ്പിക്കില്ലേ, ഓരോ ടോപ്പിക്കിൽ ബന്ധപ്പെട്ട് ചോദ്യമെല്ലാം ആട്ട് മനസ്സിൽ വരും. സർജറി കഴിഞ്ഞുള്ള ആസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള ദ പില്ലോ അടി വെക്കാറുണ്ടോ? ദ പില്ലോ ഇത് പ്രോൺ അടി വെക്കാറുണ്ടോ? പില്ലോ വെക്കില്ല. സർജറി കഴിഞ്ഞുള്ള ആസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പില്ലോ വെക്കാറുണ്ടോ? സർജറി കഴിഞ്ഞ് ആസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പില്ലോ വെക്കാറുണ്ടോ? ഇല്ല. പിന്നെ എന്താണ് ഗുണം? എന്താ ഗുണം? പ്രോൺ പൊസിഷന്റെ ഗുണം എന്താ ഗുണം? പ്രഷർ പോയിന്റിനെ റിലീവ് ചെയ്യുന്നുണ്ടോ? സ്കിന്നിന്റെ പ്രഷർ പോയിന്റ്സിൽ നിന്നും പ്രഷർ റിലീവ് ചെയ്യാനും സഹായിക്കാറുണ്ടോ? സ്കിന്നിന്റെ പ്രഷർ പോയിന്റ്സിൽ നിന്നും പ്രഷറിനെ റിലീവ് ചെയ്യാൻ പ്രോൺ പൊസിഷൻ സഹായിക്കാറുണ്ട്. കിട്ടിയോ? ഈ പൊസിഷൻ ക്ലിനിക്കലി നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ടോ? ആസ് എ സ്റ്റാഫ് നേഴ്സ് ആയാലും ഡോക്ടർ ആയാലും ഈ പൊസിഷൻ എന്റെ ക്ലാസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസം കുറെ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കുറെ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവർക്ക് വേണ്ടിയും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേട്ടോ. അറിയാമോ, ഈ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എക്സാം നടക്കുന്നത് അറിയാമോ? എന്റെ ഡോക്ടേഴ്സിന് വേണ്ടിയാണ്. അപ്പൊ ആസ് എ സ്റ്റാഫ് നേഴ്സ് ഞാൻ ഡോക്ടേഴ്സിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ആസ് എ സ്റ്റാഫ് നേഴ്സ് ഞാൻ ഇനി ഈ എക്സാം കഴിഞ്ഞാൽ അടുത്ത ഉടനെ ഡോക്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ് അവർക്കുള്ള ജസ്റ്റ് ഒരു ഓറിയന്റേഷൻ ആയിരുന്നു. അപ്പൊ അടുത്ത ക്ലാസ് ഈ എക്സാം കഴിഞ്ഞ ഉടനെ ഡോക്ടേഴ്സിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. അവർ പഠിക്കുന്നുണ്ട്, പഠിക്കും. ഓക്കെ, പഠിക്കും. അവർ പഠിക്കും. അറിയാമോ സ്റ്റാഫ് നേഴ്സ് ഒരു ഡോക്ടറിന് ക്ലാസ്, ഒരു ഡോക്ടേഴ്സിന് ക്ലാസ് എടുത്തറിയാമോ? എവിടെയെങ്കിലും സ്റ്റാഫ് നേഴ്സ് ഡോക്ടേഴ്സിന് ക്ലാസ് എടുത്തറിയാമോ? ഇല്ല. നമ്മൾ ചരിത്രം തിരുത്തി കുറിക്കും. അടുത്ത എക്സാം അറിയാമോ? നിങ്ങളുടെ ഈ എക്സാം കഴിഞ്ഞാൽ അടുത്ത എക്സാം അറിയാമോ? ഡോക്ടേഴ്സിനാണ്. അവർക്ക് വേണ്ടി നമ്മൾ ചരിത്രം തിരുത്തി കുറിക്കും. അവർ കഴിഞ്ഞ ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ക്ലിനിക്കലി ഒരു പൊസിഷൻ ആർക്ക് യൂസ് ചെയ്തത്?
ദ പ്രോൺ പൊസിഷൻ ക്ലിനിക്കലി ആർക്കാ എപ്പോഴും യൂസ് ചെയ്യുന്നത്? ആർക്ക് റെക്കമെൻഡ് ചെയ്യും? ആർക്ക് റെക്കമെൻഡ് ചെയ്യും? മലയാളം ആർക്ക് റെക്കമെൻഡ് ചെയ്യും? ആർക്ക് റെക്കമെൻഡ് ചെയ്യും? ഒരു ഷോർട്ട് ടൈം ഡ്യൂറേഷനിൽ മാത്രമാണോ? ഒരു ഷോർട്ട് ടൈം ഡ്യൂറേഷനിൽ മാത്രമാണോ? ഒരു ഷോർട്ട് ടൈം ഡ്യൂറേഷനിൽ മാത്രം. ആർക്കടെ 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 ആർക്കാ? സർജറി ആണോ? സർജറി ആണോ? ആണോ? പേഷ്യന്റെ ബാക്കിന്റെ അലൈൻമെന്റ് പ്രോപ്പർ ആയിട്ട് പറഞ്ഞെങ്കിൽ ഇപ്പോഴാ പേഷ്യന്റ് ബാക്ക് അലൈൻമെന്റ് പ്രോപ്പർ വരണ്ടേ? പേഷ്യന്റ് ബാക്ക് അലൈൻമെന്റ് പ്രോപ്പർ ആയിട്ട് പറയാൻ വിഷയമുണ്ടോ? പേഷ്യന്റ് ബാക്ക് അലൈൻമെന്റ് പ്രോപ്പർ ആയിട്ട് വരാൻ വേണ്ടി വിഷയമുണ്ടോ? പേഷ്യന്റ് ബാക്കിന്റെ അലൈൻമെന്റ് ബാക്ക് സൈഡിന്റെ അലൈൻമെന്റ് പ്രോപ്പർ വിഷയമുണ്ടോ? ഉണ്ട്, ഉണ്ട്. സോ ദ ഫസ്റ്റ് രണ്ട് പോസ്റ്റ് കിട്ടി. സുപ്പൈനും പ്രോൺ കിട്ടിയോ? സുപ്പൈനും പ്രോണും കിട്ടിയോ? സുപ്പൈനും പ്രോണും കിട്ടിയോ? കിട്ടി. ഇനി രണ്ട് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ ഈസ് സിറ്റിംഗ് ഓർ അപ്രൈറ്റ് പൊസിഷൻ. ദ തേർഡ് പൊസിഷൻ ഈസ് സിറ്റിംഗ് ഓൺ അപ്രൈറ്റ്. സിറ്റിംഗ് അല്ലെങ്കിൽ അപ്രൈറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ സിറ്റിംഗ് ഓർ അപ്രൈറ്റ് പൊസിഷൻ? ആർക്ക് കൊടുക്കുന്നു? ആർക്കാണ് കൊടുക്കുന്നത്? ആർക്ക് കൊടുക്കും? ആർക്ക് കൊടുക്കും? ഇത് ഒരു കസേരയിൽ ഇരിക്കുന്ന പൊസിഷനാണോടെ? ഇത് ഒരു കസേരയിൽ ഇരിക്കുന്ന അല്ലല്ലോ, അല്ലല്ലോ. ഒരു കസേരയിൽ ഇരിക്കുന്ന പൊസിഷനാണോ? സിറ്റിംഗ് എന്ന് പറയുന്നതും അപ്രൈറ്റ് എന്ന് പറയുന്ന ഒരു കസേര അല്ല, അല്ല. ഒരു എക്സാമിനേഷൻ ടേബിളിലാണോ? ഒരു എക്സാമിനേഷൻ ടേബിളിലാണോ? അത് ബെഡിലാണോ? പിക്ചറിൽ കാണാം. ഒരു എക്സാമിനേഷൻ ടേബിളിലോ ബെഡിലോ ഇരിക്കുകയാണോ? ആണല്ലേ, ആണ്. അതായത് ബെഡിന്റെ സൈഡിലോട്ട് വന്നിരിക്കല്ലേ? ബെഡിന്റെ സൈഡ് ഭാഗത്തോട്ട് വന്നിരിക്കുന്നതാണോ? ആണ്. അതുപോലെ എക്സാമിനേഷൻ ടേബിൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നതാണോ അപ്രൈറ്റ് പൊസിഷൻ? എക്സാമിനേഷൻ ടേബിൾ പേഷ്യന്റ് വന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന പൊസിഷൻ ആണ്. ആണോ? പേഷ്യന്റ് നേരെ എക്സാം ടേബിൾ വന്നിട്ട് അപ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്ന പ്രശ്നമില്ല. ഇത് ശരിയല്ലേ? ഈ പൊസിഷനില്ലേ പേഷ്യന്റ് ഹെഡായിരിക്കും. പേഷ്യന്റ് ഹെഡ് നോക്കി. സിറ്റിംഗ് പൊസിഷനിൽ പേഷ്യന്റ് ഹെഡ് എന്ന് പറഞ്ഞിരിക്കും ഫ്ലെക്സ്ഡ് ആണോ, എക്സ്റ്റൻഡ് ആണോ, ഹൈപ്പർ ഫ്ലെക്സ് ആണോ? അതാ കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യം. സിറ്റിംഗ് പൊസിഷനിൽ പേഷ്യന്റ് ഹെഡ് എങ്ങനെയാ? ഫ്ലെക്ഷൻ ആണോ, എക്സ്റ്റൻഷൻ ആണോ, ഹൈപ്പർ ഫ്ലെക്ഷൻ ആണോ? ഫ്ലെക്ഷൻ ആണോ, എക്സ്റ്റൻഷൻ ആണോ, ഹൈപ്പർ ഫ്ലെക്ഷൻ ആണോ? അതാണ് കേരള PSC എക്സാം പ്രീവിയസ്. സിറ്റിംഗ് പൊസിഷനിൽ പേഷ്യന്റ് ഹെഡ് എങ്ങനെയാ? ഫ്ലെക്ഷൻ ആണോ, എക്സ്റ്റൻഷൻ ആണോ, ഹൈപ്പർ ഫ്ലെക്ഷൻ ആണോ? എക്സ്റ്റൻഷൻ അല്ലേ? എക്സ്റ്റൻഷൻ അല്ലേ? ചോദ്യം ആദ്യം പറഞ്ഞു, ഉത്തരവും പറഞ്ഞു. ചോദ്യവും പറഞ്ഞു, ഉത്തരം പറഞ്ഞു. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കല്ലേ എപ്പോഴും തിയറി ക്ലാസ്സിൽ ആ ചോദ്യം കടിച്ചു പിടിക്കാൻ പറ്റുന്നില്ല. ചോദ്യം പറയണ്ട, പറയണ്ട, പറയണോ? എല്ലാ എക്സാമിലും ചോദ്യം പറയണോ? എല്ലാ തിയറി ക്ലാസ് ചോദ്യം പറയണോ? ഞാൻ പലപ്പോഴും പറയണ്ട, പിടിച്ചു വെക്കാൻ ശ്രമിക്കാറുണ്ട്. ഫ്ലെക്ഷൻ ആണോ, എക്സ്റ്റൻഷൻ ആണോ, ഹൈപ്പർ എക്ഷൻ ആണോ? അത് ഇത് ഒന്നും അല്ലേ? അതാ ചോദ്യം. കാരണം ആദ്യം ഇവിടെ ക്ലാസ് വരുന്ന ആൾക്കാർക്ക് അയ്യോ ഇങ്ങനെയൊക്കെ വരും, ഇങ്ങനെയൊക്കെ വരും. എനിക്ക് ആരെയും എന്താണ് ഇപ്പൊ ക്ലാസ്സിലോട്ട് ഇങ്ങോട്ട് ക്ഷണിക്കേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പൊ പേഷ്യന്റ് എന്താ? സിറ്റിംഗ് അല്ലേ? പേഷ്യന്റ് സിറ്റിംഗ് ആണോ? ആദ്യം പറഞ്ഞേ, പേഷ്യന്റ് സിറ്റിംഗ് ആണോ അല്ലയോ? പേഷ്യന്റ് സിറ്റിംഗ് ആണോ അല്ലയോ? ആ ബെഡിന്റെ സൈഡിലോ എക്സാമിനേഷൻ ടേബിളിലോ ഇരിക്കുകയല്ലേ? അല്ലെ? സിറ്റിംഗ് അപ്രൈറ്റ് പൊസിഷൻ ആണ്. ഈ പൊസിഷൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? എന്തിന് യൂസ് ചെയ്യും? എക്സാമിനേഷനായിട്ട് എന്ത് യൂസ് ചെയ്യട്ടെ? എന്തിനാണ് എപ്പോഴും സിറ്റിംഗും അപ്രൈറ്റ് പൊസിഷൻ യൂസ് ചെയ്യുന്നത്?
എപ്പോഴും ഹെഡിന്റെ എക്സാമിനേഷൻ ആണോ? ഹെഡിന്റെയും ആൻഡ് നെക്കിന്റെയും ആൻഡ് തൊറാക്സിന്റെ ആണോ? ഹെഡിന്റെയും നെക്കിന്റെയും ആന്റീരിയറും പോസ്റ്റീരിയറും തൊറാക്സിന്റെ ആണോ? ഹെഡിന്റെയും നെക്കിന്റെയും ആന്റീരിയറും പോസ്റ്റീരിയറും തൊറാക്സിന്റെ എക്സാമിനേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പൊസിഷൻ ഏതാ? ഹെഡിന്റെയും നെക്കിന്റെയും ആന്റീരിയറും പോസ്റ്റീരിയറും തൊറാക്സിന്റെയും എക്സാമിനേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പൊസിഷൻ ഏതാ? സിറ്റിംഗ് അല്ലെങ്കിൽ അപ്രൈറ്റ് അല്ലേ? അത് 3 ചോദ്യം. ഹെഡും നെക്കും ആന്റിയർ പോസ്റ്റ് തൊറാക്സ് ഏതാ? ഹെഡിന്റെയും നെക്കിന്റെയും ആന്റിയർ പോസ്റ്റ് തൊറാക്സിന്റെയും പൊസിഷൻ ഏതാ? പറയും. ഫിസിക്കൽ എക്സാം നോക്കുന്നത് ഏതാ? നമ്മളെപ്പോഴും നോർമൽ ഫിസിക്കൽ എക്സാമിനേഷനകത്ത് എപ്പോഴും ഹെഡ് നോക്കാറുണ്ടല്ലോ. ഹെഡും നെക്കും നോക്കാറുണ്ടല്ലോ. ഉണ്ട്. ഈ പറഞ്ഞ് നോക്കാറുണ്ടോ? ആന്റിയർ പോസ്റ്റ് നോക്കാറുണ്ട്. ഹെഡിന്റെ ആന്റിയർ പോസ്റ്റർ നോക്കാറുണ്ട്. പറഞ്ഞ പോലെ ഹെഡും നെക്കും എല്ലാം പറഞ്ഞല്ലേ. അപ്പൊ ഇത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 3 പോസ്റ്റർ എപ്പോഴും കോമൺ ആയിട്ട് കേരള PSC എക്സാമിന് കോമൺ ആയിട്ട് ചോദിക്കുന്ന 3 പൊസിഷൻ ഏതൊക്കെയാ? 3 ഏതൊക്കെയാ? ഞാൻ ഇന്ന് 3 പറഞ്ഞു. 3 പൊസിഷൻ ഏതൊക്കെയാ? 3 ഏതൊക്കെയാ? നോർമൽ ആയിട്ട് കണ്ടുവരുന്ന നോർമൽ പൊസിഷനില് നോർമൽ 3 ഏതൊക്കെയാ? സുപ്പൈൻ ആൻഡ് പ്രോൺ. സുപ്പൈനും പ്രോണും ഏതൊക്കെയാ? സിറ്റിംഗ് അല്ലേ? സുപ്പൈനും പ്രോണും സിറ്റിംഗ് നോർമൽ അല്ലേ? സുപ്പൈനും പ്രോണും നോർമൽ അല്ലേ? പറഞ്ഞേ. കേരള PSC എക്സാമിന് 3 പൊസിഷൻ നോർമൽ ചോദിക്കും. 3 പൊസിഷൻ നോർമൽ ചോദിക്കും. സിറ്റിങ്ങും പ്രോണും ഏതാടെ? മറന്നു. സിറ്റിങ്ങും പറഞ്ഞു. സിറ്റിങ്ങും സുപ്പൈൻ സിറ്റിങ്ങും സുപ്പൈനും പ്രോണും നോർമൽ പൊസിഷനായിട്ട് പഠിക്കാറുണ്ട്. ക്ലിയർ ആയോ? 3 മാത്രം ക്ലിയർ ആയി. 3 പൊസിഷൻ ക്ലിയർ ആയി. ഞാൻ നാളെ ലീവ് കേട്ടോ. നാളെ ഞാൻ ജോലിക്ക് പോകുന്നില്ല, ലീവാണ്. ടുമോറോ എത്ര ക്ലാസ് വേണം? ടുമോറോ എത്ര മണി ക്ലാസ് വേണം? ഞാൻ നാളെ ലീവ് എടുക്കുക. എത്ര മണി ക്ലാസ് വേണം? 7 or 8? 7 or 8? 7 or 8? 8 മതി. 8 അത് 9, 10, 11, 12 കുഴപ്പമുണ്ടോ? അത് 12 കുഴപ്പമുണ്ടോ? 8, 9, 10 കുഴപ്പമുണ്ടോ? ഇല്ലെന്ന് പറയണെങ്കിലും ആരെയും പറയില്ലെന്ന്. ആരെയും പറയടേ. ഇല്ല. കാരണം ആലോചിച്ചു ഒറ്റ നോക്കിയാൽ മതി. കാരണം വെറും 3 പൊസിഷൻ നിങ്ങൾ ഈ പറഞ്ഞ കാരണം 1 മണിക്കൂർ പറഞ്ഞില്ലേ? കാരണം 1 മണിക്കൂറിൽ നിന്ന് 3 പൊസിഷൻ പറഞ്ഞില്ലേ? 1 മണിക്കൂറിൽ 3 പൊസിഷൻ പറഞ്ഞില്ലേ? കാരണം ഇത് കഴിഞ്ഞാൽ വേറെ ചോദ്യമില്ല. ഇവിടെ നിന്ന് ഇതേ ചോദിക്കത്തുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞുതരാം. അല്ലാതെ നിങ്ങൾ വേറെ എവിടെ പഠിക്കാൻ പോയാലും ശ്രദ്ധിച്ചു കേട്ടോ. ഇതിന്റെ ക്രാഷ് ബാച്ച് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് പറഞ്ഞിട്ടെ. ക്രാഷ് ബാച്ച് എന്ന് പറഞ്ഞാൽ എന്ത് പഠിപ്പിക്കുന്നു പറയട്ടെ. സോ കേട്ടോ, ഒന്നും എഴുതണ്ട. The topic is the position. കേട്ടോ, the topic is the position. First one is the supine position. First one is the supine position. ഇവിടെ എങ്ങനെയാ? Patient lies on the back അല്ലേ? അവിടെ ഫേസ് അപ്വേർഡ് അറിയത്തില്ലേ? അതാ നോക്കിയോ. ഈ നിമിഷം തൊട്ട് ക്രാഷ് സ്റ്റാർട്ട് ചെയ്യുന്നു. നോക്കി ശ്രദ്ധിച്ചു കേട്ടോ. പേഷ്യന്റ് ലൈസ് ഓൺ ദ ബാക്ക് ആണ്. ഫേസ് അപ്വേർഡ് ആയിരിക്കും. ബോത്ത് ലെഗ്സ് എക്സ്റ്റൻഡ് ആയിരിക്കും. ശരിയല്ലേ? ആ ഹെഡിൽ പില്ലുണ്ട്. സുപ്പീരിയർ പോർഷൻ ക്ലിയർ ആയല്ലോ.
ഇതാ എന്താ ക്രാഷ് കിട്ടിയോ? പേഷ്യന്റ് ലൈസ് ഓൺ ദ ബാക്ക്, ഫേസ് അപ്വേർഡ് ആണ്, ആംസ് എക്സ്റ്റെൻഡ് ആണ്, ദ ലെഗ്സ് എക്സ്റ്റെൻഡ് ആണ്. എന്താണ് ഇത്? ഹെഡ് ഈസ് സപ്പോർട്ട് വിത്ത് പില്ലോ, സർജറിക്ക് യൂസ് ചെയ്യും, സുപ്പീരിയർ പോസ്റ്റ്. ക്ലിയർ ആയോ? ഒന്നാമത് കാര്യം ക്രാഷ് പറയാൻ. ക്ലിയർ ആയോ? സെക്കൻഡ് കാര്യം ദ പ്രോൺ പൊസിഷൻ. പറയട്ടെ സ്പീഡിൽ പറയട്ടെ. ദ പ്രോൺ പൊസിഷൻ, അബ്ഡോമൻ ഫേസ് ചെയ്യുന്നത്. പ്രോണിലാണെങ്കിൽ അബ്ഡോമൻ ആണ് ഫേസ് ചെയ്തത്. പ്രോണിലാണെങ്കിൽ അബ്ഡോമനിലാണോ? ആ ഹെഡ് ഒരു സൈഡിലോ അടുത്ത സൈഡിലോ ഒന്ന് മൂവ് ചെയ്യാറുണ്ടോ? ഹെഡ് ഇത് ഒന്ന് സൈഡിലോ ആറ് സൈഡിലോ ഉണ്ടായിരിക്കും. ഹെഡ് ഒരു സൈഡിലോ അടുത്ത സൈഡിലോ ഉണ്ടാവാറുണ്ടോ? ആണ് ഷോൾഡർ അല്ലേ പില്ല് വരുന്നത്. പ്രോൺ പൊസിഷനിനകത്ത് ഷോൾഡർ അല്ലേ പില്ല് വരുന്നത്? ആണ്. പ്രോൺ പൊസിഷനകത്ത് ഷോൾഡർ പില്ല് വരാറുണ്ട്. ഇത് പ്രധാനമായിട്ടും പേഷ്യന്റിന് ഇത് ഓക്സിജനേഷൻ കിട്ടാൻ വേണ്ടിയോ റെസ്പിറേറ്ററി സംഭവത്തിന് കൊടുക്കുന്നത്, റെസ്പിറേറ്ററി സംഭവത്തിന് വേണ്ടിയോ, ഇത് ലങ് ഓളിയം കൂട്ടാൻ കൊടുക്കുന്നത്, ലങ് ഓളിയം കൂട്ടാൻ വേണ്ടിയോ റെസ്പിറേറ്ററി പ്രോബ്ലത്തിന് വേണ്ടിയല്ലേ എപ്പോഴും പ്രോൺ കൊടുക്കുന്നത്. പ്രോൺ ശരിയാണ്, അത് കിട്ടി. അതായത് ഇത് ക്രാഷ് പറയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അടുത്ത 10 മിനിറ്റ് എന്താണ് ക്രാഷ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോൾഡർ. ഫോൾഡർ എന്ന് പറയുമ്പോൾ അതിന് വേറെ പറയുന്നുണ്ടോ? ഫോൾഡർ എന്ന് പറയുമ്പോൾ ഫോൾഡർ പൊസിഷൻ വേറെ പറയുന്നുണ്ടോ? കാർഡിയക് പൊസിഷൻ പറയാറുണ്ടോ? കാർഡിയക് പൊസിഷൻ എന്ന് പറയാറുണ്ടോ? ഫോൾഡറിനെ കാർഡിയക് പൊസിഷൻ പറയാറുണ്ട്. അവിടെ എത്ര ഡിഗ്രിയാ? 45 ഡിഗ്രി അല്ലേ? ഹെഡ് എപ്പോഴും 45 ഡിഗ്രി അല്ലേ ഫോൾഡർ ഉള്ളത്? ഫോൾഡറിൽ എപ്പോഴും ഹെഡ് 45 ഡിഗ്രി ഉള്ളത്. ഫോൾഡറിനകത്ത് എപ്പോഴും ഹെഡ് 45 ഡിഗ്രിയാണ്. അതേസമയം ഹൈ ഫോൾഡർ ആണെങ്കിൽ 45 to 60 ഡിഗ്രി വെക്കൂടെ? ഹൈ ഫോൾഡർ ആണെങ്കിൽ 45 to 60 ഡിഗ്രി വെക്കൂടെ? പോകാം. സെമി ഫോൾഡർ ആണെങ്കിൽ 30 ഡിഗ്രി വെക്കൂടെ? സെമി ഫോൾഡർ ആണെങ്കിൽ 30 ഡിഗ്രി പോവാം. യൂഷ്വലി സിവിയർ ദ ഡിസ്നെക്ക് യൂസ് ഇവിടെ. ഫോൾഡർ എപ്പോഴും സിവിയർ ഇൻ ദ ഡിസ്നെക്ക് യൂസ് ഇവിടെ. 90 ഉണ്ട്, 45 ഉണ്ട്, 30 ഉണ്ട്. ശരിയല്ലേ? ഇതെവിടെയാ? നിങ്ങൾ എല്ലാവരും ക്രാഷ് ബാച്ച് പഠിക്കാൻ ഓടുന്ന ആൾക്കാർ ഇതില് പഠിക്കുന്നത്. ക്രാഷ് ബാച്ച് പഠിക്കുന്ന ആൾക്കാർ ഇതല്ലേ, ഇത് 2 നിമിഷം കൊണ്ട് പഠിക്കുന്ന സംഭവം. ശരിയല്ലേ? ക്രാഷ് എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാർ ഇതല്ലേ 2 നിമിഷം കൊണ്ട് പഠിക്കുന്നത്. 2 നിമിഷം. സത്യമല്ലേ? പറഞ്ഞു എല്ലാവരും പറഞ്ഞു. 2 നിമിഷം കൊണ്ട് ക്രാഷ് ബാച്ച്. സൗണ്ട് ഇല്ലേ? സൗണ്ട് ഇല്ലേ? ഉണ്ടല്ലോ. ക്രാഷ് ബാച്ച് പഠിക്കുന്നതല്ലേ? പക്ഷേ വെറും 2 പൊസിഷൻ കറക്റ്റ് 1.30 മണിക്കൂറല്ലേ? 1 മണിക്കൂർ അതും പഠിച്ചില്ലേ? എങ്കിലേ അത് 10 നിമിഷം இந்த ക്രാഷ് നോക്കട്ടെ. നിങ്ങൾക്ക് പഠിക്കാൻ നോക്കട്ടെ. നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇത് ക്രാഷ് പഠിക്കാൻ നോക്കട്ടെ. അവിടെ 45 ഡിഗ്രി ഹെഡ് ഇത് ലോവർ ചെയ്യുന്ന പൊസിഷൻ ഏതാ? ശ്രമിച്ചു നോക്കാം. ക്രാഷ് പറ്റുമോ? ലോങ് ടൈം പറ്റുമോ? 45 ഡിഗ്രി ഹെഡ് ലോവർ ചെയ്യുന്ന പോസിഷൻ ഏതാ? ഹൈപ്പോടെൻഷനും ഷോക്കിനും പ്ലാസന്റ പ്രീവിക്കും കോഡ് പ്രൊലാപ്സിനും എല്ലാം യൂസ് ചെയ്യുന്ന പൊസിഷൻ എന്താ? സ്റ്റാർട്ടിംഗ് ലെറ്റർ എന്താ? ടി ആണ്. എന്താ തണ്ണി ബ്രക്കല്ലേ? അല്ലേടെ? ആണ്. ശേഷം അടുത്ത ചോദ്യം. ആ ഫൂട്ട് ലോവർ എൻഡിലും ആ ഒരു ഹെഡ് എലിവേറ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫൂട്ട് ലോവർ ലെൻഡിലും 45 ഡിഗ്രി ഫൂട്ട് ലോവർ ലെൻഡിലും 45 ഡിഗ്രി ഫൂട്ട് ലോവർ ലെൻഡിലും ഹെഡ് എലിവേറ്റ് ചെയ്താ റിവേഴ്സ് ടെൻഡൽബർഗ് അല്ലേ? റിവേഴ്സ് ടെൻഡൽബർഗ് അല്ലേ? 45 ഡിഗ്രി ഫൂട്ട് ലോവറിലും ഹെഡ് എലിവേറ്റ് ചെയ്ത റിവേഴ്സ് ആണ്. വജൈനൽ എക്സാമിനേഷനും റെക്ടൽ എക്സാമിനേഷനും ഇത് എനിമയ്ക്ക് കൊടുക്കുന്ന പൊസിഷൻ ഏതാ? അടുത്ത പൊസിഷൻ ക്രാഷ് ചോദിക്കുന്നത്. ക്രാഷ് സിംസ് അല്ലെങ്കിൽ ലെഫ്റ്റ് ലെറ്റർ അല്ലേ? സിംസ് അല്ലെങ്കിൽ ലെഫ്റ്റ് ലെറ്റർ. വജൈനൽ എക്സാമിനേഷനും റെക്ടൽ എക്സാമിനേഷനും
എനിമയ്ക്ക് എന്താ സിംസ് അല്ലേ? അപ്പൊ ഇത് എപ്പിസോട്ടമി ഏതാ? എപ്പിസോട്ടമിക്ക് ഏതാ? എപ്പിസോട്ടമി റിപ്പയർ ഏതാ? ഡോർസൽ റെക്കമെൻഡേഷൻ അല്ലേ? എപ്പിസോട്ടമി ആണെങ്കിൽ ഡോർസൽ റെക്കമെൻഡ് അത് ലേബറിലേതാ? ലേബറിലേതാ? ലേബർ ലിത്തോട്ടമിയാണോ? ലിത്തോട്ടമിയാണോ? ലേബർ ലിത്തോട്ടമി. അത് ഇസ്ട്രക്ടമി ഏതാ? ലിത്തോട്ടമി. ഇസ്ട്രക്ടമിക്ക് ഏതാ? ലിത്തോട്ടമി. വജിൽ എക്സാമിനേഷൻ ഏതാ? ഡോർസൽ റെക്കമെൻഡ്. ഫീമെയിൽ കത്തീഡ്രേഷൻ ഏതാ? ഫീമെയിൽ കത്തീഡ്രേഷൻ ഏതാ? ഡോർസൽ റെക്കമെൻഡ്. എപ്പിസോട്ടമി റിപ്പയറിംഗ് ഏതാ? ഡോർസൽ. ഡോർസൽ മറക്ക. റെക്ടൽ എക്സാമിനേഷൻ ഏതാ? സിംസ്. വജിൽ എക്സാമിനേഷൻ ഏതാ? സിംസ്. എനിമയ്ക്ക് ഏതാ? സിംസ്. ഇങ്ങനെ പഠിക്കണോ അതോ ഇതുവരെ 1 മണിക്കൂർ പഠിക്കണോ? ഞാൻ അവസാനം 10 നിമിഷം പഠിക്കണോ അതോ ഇതുപോലെ പഠിക്കണോ? അവസാനം 10 മിനിറ്റ് പറഞ്ഞ കാര്യം പഠിക്കണോ? ഇപ്പോൾ കറക്റ്റ് പഠിച്ച് 3 വരെ കൃത്യം പഠിക്കണം. യുവർ ഓപ്ഷൻ. ക്രാഷ് ബാച്ച് മനസ്സിലാണെങ്കിൽ ക്രാഷും ലോങ് മനസ്സിലാകും. വ്യത്യാസം മനസ്സിലാക്കണമല്ലോ. വ്യത്യാസം മനസ്സിലായല്ലോ. ഈ നിമിഷം എല്ലാവരും ക്രാഷ് എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്ക് മനസ്സിലായോ? മനസ്സിലായോടെ? ഞാൻ ഈ ഒരു 10 നിമിഷം പറഞ്ഞിരുന്ന ക്രാഷ് അല്ലേ? ശരിയല്ലേ? കാരണം ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ചാപ്റ്റർ എടുത്ത് വെച്ച് വെറും 10-15 നിമിഷം വീണ്ടും അടച്ചാപ്റ്റർ റെസ്പിറേറ്റർ എടുത്ത് കഴിഞ്ഞാൽ 1 മണി തീർന്നു. പറഞ്ഞ എന്താണ് ഇപ്പൊ ഫൗണ്ടേഷൻ എടുത്ത് കഴിഞ്ഞാൽ 3 തീർന്നു. പക്ഷെ അങ്ങനെയല്ല. ഇൻ ഡെപ്ത് പഠിക്കണോ? ഞാൻ എന്റെ സമയം തരും, നിങ്ങൾ പഠിക്കും. ഞാൻ എന്റെ ഫുൾ സമയം തരും, പഠിക്കും. എന്റെ സമയം നൽകുന്നു, പഠിക്കുന്നു. സോ നമുക്ക് അടുത്ത ദിവസം കാണാം അല്ലേ? അടുത്ത ദിവസം എത്ര മണിയാ? ടൈം ടേബിൾ നോക്കട്ടെ. അടുത്ത ദിവസം എങ്ങനെ ടൈം ടേബിൾ എങ്ങനെയാ? സമയത്ത് ടുമോറോ 7 അല്ലേ? ടുമോറോ 7 അല്ലേ? JPS എക്സാം സ്പെഷ്യൽ ക്ലാസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. JPS എക്സാം സ്പെഷ്യൽ ക്ലാസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ 7 PM. ഓക്കെ. സോ താങ്ക്സ് സോ മച്ച്. ടുമോറോ 7 കാണാം. JPS പോകുന്ന ആൾക്കാർക്ക് സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ടുമോറോ 7 at